Hi friends, welcome back to my channel. ഇപ്പോഴത്തെ ട്രെൻഡിങ് കേക്ക് ആയിട്ടുള്ള പുൾമിയപ്പ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലും ബേക്കേഴ്സിന്റെ ഒക്കെ ഇടയിൽ നല്ലോണം മൂവ് ചെയ്യുന്ന ഒരു കേക്കാണ് ഇപ്പോൾ പുൾമിയപ്പ് കേക്ക്. ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് 1 കിലോയുടെ വാൻചോ കേക്കിലാണ്. അപ്പോൾ ഈസിയാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്, കഴിക്കാനാണെങ്കിൽ അതിലേറെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പുൾമിയപ്പ് കേക്കിനായിട്ട് ഞാൻ വാൻചോ കേക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 കിലോയുടെ വാനില സ്പോഞ്ച് കേക്കും 1 കിലോയുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വാനില സ്പോഞ്ച് കേക്കിലേക്ക് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ഉപ്പും ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ചോക്ലേറ്റ് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ഉപ്പും ബേക്കിംഗ് സോഡയും എടുക്കുക. 1 ടീസ്പൂൺ കോഫി പൗഡർ, 1/4 കപ്പിൻ്റെ പകുതി, അപ്പോൾ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു. ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. അതും 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഗ് വൈറ്റിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ ബട്ടർ എസൻസും 1/4 ടീസ്പൂൺ മിൽക്ക് എസൻസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ട വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 4 മുട്ട വെച്ചിട്ട് ഒരുമിച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നാൽ അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. രണ്ടും ഒരേ അളവിൽ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ബൗളിലേക്കായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വാനില സ്പോഞ്ച് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ കുറച്ചായിട്ട് പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായി ലൂസാക്കി എടുക്കരുത് ബാറ്റർ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഉണ്ടാവാൻ. അപ്പം ഞാനൊരു 1/2 kgയുടെ പാനിലാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാനിൽ എല്ലാ സൈഡിലും ഞാൻ ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓയിൽ ബ്രഷ് ചെയ്തിട്ട്. ഇനി നമുക്ക് പാനിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 1/2 kgക്ക് 6 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാൻ ഉള്ളതുകൊണ്ട് അതിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടിന്നിലും ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ മുഴുവനായിട്ട് പാനിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 4 മുട്ട വെച്ചിട്ട് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 2 മുട്ട വെച്ചിട്ട് ആദ്യം വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കുക. അതിനുശേഷം ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് 2 മുട്ട വെച്ചിട്ട് തയ്യാറാക്കുക. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ 4 മുട്ട വെച്ച് ചെയ്താൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് ചെയ്തെടുത്താൽ മതി. ക്ലോസ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബാറ്റർ താണു പോവും. അപ്പോൾ ഈ ഒരു ബാറ്ററും തയ്യാറായിട്ടുണ്ട്. 6 ഇഞ്ചിൻ്റെ പാനിൽ തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുക. എന്നാലും സൈഡൊക്കെ ഒന്ന് ക്രിസ്പി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായി ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ഒരു കേക്കും ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ രണ്ടും അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 1/2 kgയുടെ കേക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നിങ്ങൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നതിൽ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ കേക്ക് ബേക്കായി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു 2 സ്പോഞ്ച് കേക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് ഈ കേക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 2 കേക്കും നന്നായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ട്.
സൈഡൊന്നും ക്രിസ്പി ആയിട്ടൊന്നുമില്ല. എല്ലാ കേക്കിനും നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 2 ബേസ് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ട ചോക്ലേറ്റ് സിറപ്പും വൈറ്റ് ചോക്ലേറ്റ് സിറപ്പും തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഇല്ല എങ്കിൽ ഫിയോന നമുക്ക് ഫ്രഷ് ക്രീമും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫിയോന വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പിലേക്ക് 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് നന്നായി മെൽട്ടായി വന്നാൽ നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ ഇതിൽ നമുക്കൊരു ബട്ടർ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം പാനിൽ തന്നെ നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽട്ടായി വന്നാൽ ഒരു സ്പൂണ് ബട്ടർ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബട്ടർ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടും സിറപ്പിന്. അപ്പോൾ നമ്മുടെ പുളിമിയപ്പ് കേക്കിലേക്ക് വേണ്ട വൈറ്റ് ചോക്ലേറ്റ് സിറപ്പും ഡാർക്ക് ചോക്ലേറ്റ് സിറപ്പും റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണിഞ്ഞു വരുന്നത് വരെ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ഫിയോന വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ ഞാൻ ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ലെയേഴ്സായിട്ടാണ് 2 കേക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേറ്റിലാണ് പുളിമിയപ്പ് കേക്ക് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വാനില സ്പോഞ്ച് കേക്കിനെ ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുളിമിയപ്പ് കേക്ക് ചെയ്യുന്ന ടൈമിൽ കുറച്ചൊരു വലിയ കേക്ക് തന്നെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഹൈറ്റിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് ഫ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 1/2 kg കേക്കൊക്കെ ചെയ്താൽ അങ്ങനെ ഫ്ലിപ്പായി പോവില്ല. ഇനി അതിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഡാർക്കും വൈറ്റും ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് സെക്കൻഡ് ലെയർ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ കേക്കും നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കേക്കും നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സെയിം പ്രൊസീജിയറിൽ തന്നെ നമുക്ക് 3ാമത്തെയും 4ാമത്തെയും ലെയേഴ്സ് ചെയ്തെടുക്കാം. അപ്പോൾ 4 ലെയേഴ്സും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് സെലോ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ടൈറ്റിൽ ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ സിറപ്പൊക്കെ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 4ാമത്തെ ലെയറിന് മുകളിലായിട്ട് ഞാൻ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് സിറപ്പും ഡാർക്ക് ചോക്ലേറ്റ് സിറപ്പും കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വാൻചോ കേക്ക് ആയതുകൊണ്ട് തന്നെ രണ്ടും ഞാൻ കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബദാം, കാഷ്യൂ, ഷോട്ട്സ് ഒക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിത് പുൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ എന്തായാലും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഈ ഒരു സോസും കേക്കൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.